ഞാൻ ഇന്നൊരു പാൽക്കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത് രാവിലെ. അതിന് ഞാൻ എടുത്തു വെച്ചത് ഒരു ഗ്ലാസ് അരി കഴുകി വെച്ചിട്ടുണ്ട്. ഉണങ്ങലരി ഉള്ളവർക്ക് ഉണങ്ങലരി ഉപയോഗിക്കാം. അതിന് 1.5 ഗ്ലാസ് പാലും 1.5 ഗ്ലാസ് വെള്ളവും ചേർത്ത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഒരു കുറച്ച് വലിയ പാത്രത്തിൽ ഒഴിക്കുന്നു. ഈ അരിയും ചേർത്ത് കൊടുക്കും. വലിയ പാത്രം വെച്ചത് തിളച്ച് മറിയുന്നത് കുറക്കാൻ വേണ്ടിയാണ്. തിളച്ചിട്ടാകുമ്പോൾ സിമ്മിലിട്ട് കൊടുക്കുക. തിളച്ചിട്ട് 2 മിനിറ്റായി. ബാക്കി പാല് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം തന്നെ പാല് ഫുള്ള് ഒഴിച്ച് കൊടുക്കാത്തത് തിളച്ച് മറിയുമല്ലോ, ഇളക്കി കൊടുക്കേണ്ട പണി കുറവാണ്. പാല് ഫുള്ള് ഒഴിച്ചാൽ ഇളക്കി കൊടുക്കണം. അതുകൊണ്ടാണ് തിളക്കട്ടിന്. നമ്മുടെ പാൽക്കഞ്ഞി തിളച്ചു കേട്ടോ. ഇനി സിമ്മിലിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കൊന്നും വേണ്ട, മറിയുന്നതൊന്ന് നോക്കിയാൽ മതി. ആ സമയം നമുക്ക് വേറെ പണിയെല്ലാം വേണമെങ്കിൽ എടുക്കാം. അടുപ്പത്തുള്ള സ്റ്റൗവിൽ വെച്ചിട്ട് വേറെ എന്തെങ്കിലും പണിയെല്ലാം എടുക്കാം. പൊന്തുന്നുണ്ട്. ഇങ്ങനെ പൊന്തുന്നേരം പൊന്തി മറിയുന്ന നോക്കിയാൽ മതി. ഒരു കയ്യിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മറിയില്ല. നല്ല പാലാണെങ്കിൽ ഒരു 3 ഗ്ലാസ് പാലിനെ കൊണ്ടും തരക്കരിയും. നല്ല പാല് ആണെങ്കിൽ 3 ഗ്ലാസ് പാലായാലും മതി ഒരു ഗ്ലാസ് അരിക്ക്. ഇത് ഞാനിപ്പോൾ 1 ലിറ്റർ പാൽ തന്നെ എല്ലാം കൂടി ഇതിൽ ചേർത്തു. പാല് വളരെ നേരിയ പാലാണ്. വേവാനായി. ഞാൻ ഉപ്പിട്ട് കൊടുത്തു, ഒരു 1/2 ടീസ്പൂൺ. ഇനി ഇളക്കി കൊണ്ടിരിക്കണം. ഇനി അടിക്ക് പറ്റാൻ ചാൻസ് ഉണ്ട്. അരി പാകത്തിന് വെന്തിട്ടുണ്ട്. വെള്ളം ഇതിനേക്കാൾ കുറച്ച് കൂടുതൽ വേണം തോന്നുന്നുണ്ടെങ്കിൽ പാലുണ്ടെങ്കിൽ തിളപ്പിച്ച് ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. സ്റ്റൗ ഓഫ് ചെയ്യാൻ പോലാണ്. ഞങ്ങൾക്ക് ഈ കട്ടി ഇഷ്ടമാണ്. ഉപ്പെല്ലാം ഞാൻ നോക്കി പാകത്തിനുണ്ട്. എൻ്റെ കൂടെ തന്നെ ഒരു ഇലക്കറി റെഡിയായി. നാവിലലിയും പാൽക്കഞ്ഞി ഇവിടെ റെഡിയായി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും എളുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു എത്രയാണ് 5 മിനിറ്റ് കുറവേ വേണ്ടൂ. പച്ചരി ഇത് വേവുന്ന സമയം മാത്രമേ വേണ്ടൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നെയ്യ് ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ച് നെയ്യ് ചേർത്തിട്ട് കഴിക്കാം.